ഹായ്, നമ്മൾ യൂട്യൂബിലെയും ഫേസ്ബുക്കിലെയും ഇൻസ്റ്റാഗ്രാമിലെയും ഒക്കെ വീഡിയോസുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ സുഹൃത്തുക്കൾക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കാറില്ലേ? അതൊരു ലിങ്ക് രൂപത്തിലാണ് ഷെയർ ആകുക. അതുപോലെ തന്നെ നമ്മൾ ചില ആപ്ലിക്കേഷനുകൾ അതും ഷെയർ ചെയ്യുമ്പോൾ ഒരു ലിങ്ക് രൂപത്തിലാണ് നമുക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുക. പക്ഷേ ഈ ലിങ്ക് കണ്ടു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യാൻ തന്നെ ചില ആളുകൾക്ക് ഭയമാകും. അതായത് അത്രയും വലിയ ലിങ്ക് ആയിരിക്കും ചില ആപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ ചില വീഡിയോസിൻ്റെ. എന്നാൽ ഇത്രയും വലിയ ലിങ്ക് നമുക്കൊന്ന് ഷോർട്ടാക്കി മാറ്റുന്ന ട്രിക്ക് ഒന്ന് പരിചയപ്പെട്ടാലോ? ഇതിൽ 2 ട്രിക്കുകളുണ്ട്. അതായത് എത്രയും വലിയ ലിങ്ക് നമുക്ക് ചെറിയ ഷോർട്ടാക്കി മാറ്റാൻ സാധിക്കും, അതുപോലെ തന്നെ QR കോഡ് രൂപത്തിലും മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയതായിട്ട് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ താഴെ നിങ്ങൾക്ക് കണ്ടിന്യൂ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ താഴെ വലതുവശത്ത് ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് ലിങ്കാണ് നിങ്ങൾക്ക് ഷോർട്ട് ചെയ്യേണ്ടത് ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ യൂട്യൂബ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് ഇപ്പോൾ ഒരു ലിങ്ക് ഇവിടെ നിന്ന് ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാണ്. ഇപ്പോൾ ഒരുപാട് വീഡിയോ ഇവിടെ ഉണ്ട്. ഇതിൽ നിന്നും എനിക്കിഷ്ടപ്പെട്ട ഒരു വീഡിയോ ഞാൻ ഇവിടെ നിന്ന് ആ ഒരു ലിങ്ക് കോപ്പി ചെയ്യാണ്. ഓക്കെ, ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഷെയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ കോപ്പി ലിങ്ക് കൊടുത്തു. ഓക്കെ, ആ ഒരു ലിങ്ക് ക്ലിപ്പ് ബോർഡിൽ കോപ്പി ആയിട്ടുണ്ട്. നേരെ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഇവിടെ URL എന്ന ഭാഗത്ത് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്തു. അതിനുശേഷം ആഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇത് ഷോർട്ട് ലിങ്ക് ആയിട്ട് നമുക്ക് ഇപ്പോൾ കിട്ടും. ഓക്കെ, ഇതാ ഇവിടെ ലിങ്ക് വന്നിട്ടുണ്ട്. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ രൂപത്തിൽ ഓപ്പൺ ആകും. ഇവിടെ നിങ്ങൾക്ക് ഡോൺ ഷോ അഗൈൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ QR കോഡ് വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുത്ത വലിയ ലിങ്ക് ഇവിടെ ഷോർട്ട് ലിങ്കും വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് വാട്സപ്പിലേക്കും മറ്റും ഷെയർ ചെയ്യാം. ഇവിടെ നിന്ന് ലിങ്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡയറക്റ്റ് വാട്സപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ലിങ്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഇവിടെ നിന്ന് തന്നെ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ പേസ്റ്റ് ചെയ്ത ലിങ്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോ ഇവിടെ പ്ലേ ആകുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഇനി ഷോർട്ട് ലിങ്കിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ഷോർട്ട് ലിങ്ക് വന്നിട്ടുണ്ട്. നമുക്ക് തന്ന ഷോർട്ട് ലിങ്ക് അവിടെ ക്ലിക്ക് ചെയ്യാണ്. അതേ വീഡിയോ തന്നെ ഇതാ കണ്ടോ ഇവിടെ പ്ലേ ആകുന്നുണ്ട്. കണ്ടോ, കൃത്യമായിട്ട് വർക്ക് ആകുന്നുണ്ട്. ഇനി QR കോഡ് ഇവിടെ ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ താഴെ കാണാൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്യാം, നമുക്ക് ഗാലറിയിൽ വെക്കാം. ഇനി ഷെയർ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇത് ഷെയർ ചെയ്തിട്ട് ഗൂഗിൾ സെർച്ച് സെലക്ട് ചെയ്താൽ മതി. ഇപ്പം ഗൂഗിൾ സെർച്ച് ഇതാ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇതാ ഇവിടെ ഉണ്ട് ഗൂഗിൾ സെർച്ച്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ QR കോഡിൻ്റെ അകത്തുള്ള ലിങ്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേ വീഡിയോ തന്നെ ഇവിടെ പ്ലേ ചെയ്യാനും സാധിക്കും. കണ്ടോ, കൃത്യമായിട്ട് പ്ലേ ആകുന്നുണ്ട്. അപ്പോൾ 3 ലിങ്കും നമുക്ക് തന്നിട്ടുള്ള 3ഉം കൃത്യമായിട്ട് ഇവിടെ വർക്ക് ആകുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഇതുപോലെ നമുക്കൊന്ന് ഷോർട്ടാക്കി മാറ്റി നോക്കാം. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വരികയാണ്. ബാക്ക് വന്നിട്ട് ഇവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഞാനൊരു ആപ്ലിക്കേഷൻ ഇവിടെ സെർച്ച് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്തു. ഈ ഒരു ആപ്ലിക്കേഷൻ എനിക്ക് ഷെയർ ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ 3 ഡോട്ട്സ് മുകളിൽ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഷെയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു. ഇതിൻ്റെ ലിങ്ക് ഞാനിവിടെ കോപ്പി ചെയ്യണം. ഓക്കെ, അതിനുശേഷം നേരെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തേക്ക് വരികയാണ്. ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് വന്നു. നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലിങ്ക് ഇവിടെ ഉണ്ട്. അത് ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഓക്കെ, അത് ഡിലീറ്റ് ആയി. ഇനി വീണ്ടും പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. ആ ഒരു ലിങ്ക് അവിടെ തന്നെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ നേരത്തെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കോപ്പി ചെയ്തത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ആഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഷോർട്ട് ലിങ്ക് നമുക്ക് വരും. ഷോർട്ട് ലിങ്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. നേരത്തെ പോലെ തന്നെ QR കോഡും നമ്മൾ ഷെയർ ചെയ്ത അതായത് പേസ്റ്റ് ചെയ്ത വലിയ ലിങ്കാണ്. കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ആപ്ലിക്കേഷനിൽ എത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഷോർട്ട് ലിങ്ക് നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കൃത്യമായിട്ട് വർക്ക് ആകുന്നുണ്ട്. ഓക്കെ, QR കോഡ് നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഷെയർ ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ ഗൂഗിൾ സെർച്ച് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആ ഒരു ഗൂഗിൾ സെർച്ച് സെലക്ട് ചെയ്താൽ മതി. ഇവിടെ ആ ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ എത്തിച്ചേരാൻ സാധിക്കും. കണ്ടോ, ഇങ്ങനെ നമുക്ക് എത്ര വലിയ ലിങ്കും ആപ്ലിക്കേഷൻ്റെതാകട്ടെ വീഡിയോസിൻ്റെതാകട്ടെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ഷോർട്ട് ലിങ്ക് ആക്കി മാറ്റാം. അതുപോലെ തന്നെ QR കോഡ് രൂപത്തിലും മാറ്റാൻ സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ.
അപ്പോൾ ഇതുപോലെ എത്ര വലിയ ലിങ്കും നമുക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് ഷോർട്ട് ആക്കി മാറ്റാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.